എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീമിൻ്റെ അടുത്ത പേപ്പറാണ്. ലോസ് ഓഫ് മോഷൻ. പേര് ലോസ് ഓഫ് മോഷൻ എന്നാണെങ്കിലും വി ആർ ഡിസ്കസിങ് അബൌട്ട് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫോഴ്സ്. ഫോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ത്രൂ 3 ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. നിങ്ങൾ കണ്ടു കാണും, ഫസ്റ്റ് 3 പേപ്പേഴ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു കാണും ഈ 3 പേപ്പറിൽ നിന്നും ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നിങ്ങളുടെ എബിലിറ്റിക്ക് അപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. അല്പം ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും, ഉറപ്പുണ്ട്. നിങ്ങളുടെ എബിലിറ്റി ലെവലിന് അപ്പുറത്ത് ഒരു ക്വസ്റ്റ്യനും വരാൻ നോർമലി സാധ്യതയില്ല. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അതിനുള്ള സമയമുണ്ട്, നേരത്തേക്കിലും കുറച്ച് സമയം കൂടുതലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഒന്ന് ആലോചിച്ച് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. യെസ്, അതായത് ഞങ്ങളുടെ ലാസ്റ്റ് 40 വർഷത്തെ ഞങ്ങളുടെ ടീച്ചിങ്, കേരള എൻട്രൻസ് കോച്ചിങ്ങുമായിട്ടുള്ള ഞങ്ങളുടെ അസോസിയേഷൻ നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഈ 2026 കീം എക്സാമിനേഷന് മുമ്പായിട്ട് ഞങ്ങൾ ഷോർട്ട് ടേം പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആകും, ഒന്ന് ബ്രഷിങ് അപ്പ് ആവും. കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ അത്രയും അപ് ടു ഡേറ്റ് അല്ല. നിങ്ങളത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ട്, സെക്കൻഡ് ഇയർ പ്രിപ്പറേഷനായിട്ട്. അപ്പം അതിനൊരു റിഫ്രഷിങ് കിട്ടും. ഞങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ബാച്ച് CBSE കുട്ടികൾക്കാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 13. അടുത്ത ബാച്ച് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചാണ്. അത് മാർച്ച് 18 അപ്പോഴേക്കും 2 കൂട്ടരുടെയും ബോർഡ് എക്സാംസ് തീർന്നിരിക്കും. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞ 40 വർഷമായിട്ടുള്ള ഞങ്ങളുടെ അസോസിയേഷനാണ് എൻട്രൻസ്, കേരള എൻട്രൻസുമായിട്ട്. ഒരുമാതിരി എല്ലാ ടീച്ചേഴ്സും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഫീൽഡിൽ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ചാപ്റ്റർ വൈസ് ആണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ചാപ്റ്ററിൻ്റെയും നമുക്ക് ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ടായിരിക്കും ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള. നിങ്ങൾക്കൊന്ന് മറന്നുപോയിട്ടുള്ള ഫോർമുലകളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട്. പിന്നെ ഞങ്ങൾ എന്നും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനു പുറമെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷനും കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ കാലയളവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസിനായിട്ട് ഫോൺ നമ്പർ ഉണ്ട്, ഞങ്ങളുടെ ഓഫീസ് കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു കാര്യം, ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും NCERT ബുക്കിൻ്റെ ഓർഡറിൽ NCERT ബുക്കിൻ്റെ പ്രകാരം ഞങ്ങൾ വീഡിയോസ് ഉണ്ട്. ഈച്ച് സബ്ജക്റ്റ്, ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, ബയോളജിക്ക്, ബോട്ടണിക്ക്, സുവോളജിക്ക്, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും. ഇത് നീറ്റിനും അതുമാതിരി കീമിന് എഴുതുന്ന കുട്ടികൾക്കും വളരെ യൂസ്ഫുള്ളാണ്. പക്ഷെ അത് സ്പെഷ്യലി നമ്മൾ എയിം ചെയ്യുന്നത് ട്യൂഷൻ ഗോയിങ് ബാച്ചസിലെ കുട്ടികൾക്കാണ്, +1 +2 പഠിക്കുന്ന കുട്ടികൾക്കാണ്. അവർക്ക് ഇതിൻ്റെ ഹെൽപ്പ് എടുക്കാം. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും NCERTയുടെ ഓർഡറിൽ അതേപോലെ ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നൗ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം.
ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റിന് അപ്പുറത്തുള്ളതല്ല, ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. യെസ്, person in the Marsan climbs down a rope with a speed v, tension in the rope. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? നമ്മൾ റോപ്പിൽ കയറുന്നു. യെസ്, ക്ലൈംസ് അപ്പ് ഓർ ഡൗൺ. ഒരു കാര്യമുണ്ട്, ഹൂ മേക്സ് യു ടു ക്ലൈംബ് അപ്പ്? റോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷനാണ്. നിങ്ങളുടെ വെയിറ്റ് mg താഴോട്ടുണ്ട്. ഇനി നിങ്ങൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഗോസ് അപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ mg. ടെൻഷൻ മുകളിലോട്ട് നിങ്ങളെ വലിച്ചു കൊണ്ടുവന്നു, mg താഴോട്ട് പുള്ളി ചെയ്യുന്നു. ദി നെറ്റ് ഫോഴ്സ് ആണ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഫോർമുല, ടി മൈനസ് mg ഇസ് ഈക്വൽ ടു ma. മറിച്ച് നിങ്ങൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗോസ് ഡൗൺ ആണെങ്കിൽ എന്തുവരും? തീർച്ചയായിട്ടും mg ആണ് കൂടുതൽ വേണ്ടത്. mg മൈനസ് ടി ഇസ് ഈക്വൽ ടു ma. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെറിയൊരു അതും ഇതെന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് ലോ തന്നെയാണ്. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് മാസ് ഇൻറ്റു ഇറ്റ്സ് ആക്സലറേഷൻ. ഏത് ഫോഴ്സ് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. ആ ബോഡിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതും എന്നാൽ ആ പ്രോബ്ലത്തിൽ ആവശ്യം വരുന്ന ഫോഴ്സുകൾ ആദ്യം തിരിച്ചറിയാം, അതിനെ ഡയറക്ഷൻ നോക്കിക്കൊണ്ട് അറേഞ്ച് ചെയ്യുക. ഈ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുക. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇറ്റ്സ് മാസ് ഇൻറ്റു ഇറ്റ്സ് ആക്സലറേഷൻ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കാണാം, ഇറ്റ് ക്ലൈംസ് അപ്പ് ഓർ ഡൗൺ വിത്ത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം. ചിലപ്പോഴും ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ദ വേർഡ് ലെറ്റർ വി, അവർ നിങ്ങളെ തെറ്റിക്കാനായിട്ട് എന്ന് തന്നേക്കാം. എന്ന് പറഞ്ഞതുകൊണ്ട് ആക്സലറേഷൻ ആവണമെന്നില്ല. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് യൂണിഫോം സ്പീഡ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ആക്സിലറേഷൻ 0 ആണ്. ഗോയിങ് അപ്പ് ആയാലും ഡൗൺ ആയാലും ഈ ടേം 0 ആയി. ഇവിടെ രണ്ട് കേസിലും 0 ആയി. അപ്പോൾ ടി എന്ന് പറയുന്നത് mg ആയി. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെൻഷൻ mg തന്നെ. അപ്പോൾ യൂണിഫോം സ്പീഡിലെ നിങ്ങൾ ക്ലൈംബിങ് അപ്പ് ദ റോപ്പ് ആയാലും ക്ലൈംബിങ് ഡൗൺ ദ റോപ്പ് ആയാലും ടെൻഷന് വ്യത്യാസമില്ല, mg തന്നെയാണ്. മറിച്ച് നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലൈംബിങ് അപ്പ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോർമുല എഴുതിയിട്ടുണ്ട്, ക്ലൈംബിങ് ഡൗണും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻസർ 1 എന്നോ ബി എന്നോ വാട്ട് എവർ യു കോൾ. അടുത്തത്, a ball of 0.02 kilogram bowled by a bowler straight to batsman hit back with same speed with an impulse of 2 Newton second. Then the speed of the ball bowled. Isn't it? Okay. നിങ്ങൾക്ക് ഇവിടെ നേരിട്ടൊരു ഫോർമുലയുണ്ട്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. നമുക്കതിനെ ഇമ്പൾസ് മൊമെൻറ്റം തിയറം എന്നും കൂടിയും പറയും. ഇമ്പൾസ് മൊമെൻറ്റം തിയറം ഒന്നുമില്ല, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. നമുക്ക് വെലോസിറ്റിയാണ് കാണേണ്ടത് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് നമ്മളത് പ്രൊജക്റ്റ് ചെയ്തത് നമുക്ക് യു എന്ന് എഴുതാം, യു അല്ലേ? അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം നമുക്ക് അത്രയൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. അത് എം ഇൻറ്റു യു. എം നമുക്ക് തന്നിട്ടുണ്ട് 0.02 0.02 ഇൻറ്റു യു. ഇനി അതിനെ ഹിറ്റ് ബാക്ക് വിത്ത് സെയിം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം ഇതേ മൊമെൻറ്റം തന്നെയാണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റായി -0.02 ഇൻറ്റു യു. ഇനി ചേഞ്ച് ഇൻ മൊമെൻറ്റം റൂൾ പ്രകാരം ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്നാണ്. -0.02 u -0.02 u. That is -0.02 u.
042. നമ്മൾ റൂൾ പ്രകാരം പറയുമ്പോൾ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് വേണം. ഇനി അതാണല്ലോ നമ്മൾ ഇമ്പൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റ് അല്ലേ? ഇത്രയും ചേഞ്ച് ഇൻ മൊമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ടു ടൈം. ഫോഴ്സ് 2 ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ടൈം ഫോഴ്സ് ഇൻ ടു ടൈം. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സെയിം ball by ball straight to batsman, hit back same speed with an impulse of this force into time. നമുക്ക് നേരിട്ട് തന്നിരിക്കുകയാണ്. ഇമ്പൾസ് നേരിട്ട് തന്നിരിക്കുകയാണ്. ഇമ്പൾസ് ഈസ് ഡയറക്ട്ലി ഗിവൺ. യൂണിറ്റ് കണ്ട് ന്യൂട്ടൺ സെക്കൻഡ് ആണ്, ഫോഴ്സ് അല്ല. യെസ്, നമുക്ക് ഇത് അൺനോൺ ആര് മാത്രമുള്ളൂ? യു മാത്രമുള്ളൂ. -2 divided by 0.04. That means 200 by 4, 50. 50 -50 എന്നാണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്ഷന് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. ആൻസർ സി, കറക്റ്റ്. അപ്പോൾ ഇമ്പൾസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഫോഴ്സ് ഇൻ ടു ടൈം എന്ന് എഴുതണ്ട, ഇമ്പൾസ് നേരിട്ട് തന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക്. ഇനി Fs and Fk represent the coefficient of static friction and kinetic friction related to the two surfaces in contact with an area A. Then നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ രണ്ടും പഠിക്കുന്നുണ്ട്. രണ്ടോടത്തും പഠിക്കുന്നുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് Fk and Fs. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ on coefficient of kinetic friction is depending only on the nature of the surfaces in contact and independent of the surface area of the contact surfaces. അതുകൊണ്ട് എഫ്എസും എഫ്കെയും ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ആണ് നമ്മുടെ ആൻസർ. എന്താണ് ഇത്? നമ്മുടെ ഡയറക്റ്റ് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രിക്ഷൻ. അടുത്ത block of mass M suspended from a ceiling of lift by an inextensible string of negligible mass. Lift moves upward in direction with an acceleration 0.02. Tension acting along the wire is the mass of the block. Lift accelerating up. ലിഫ്റ്റിൻ്റെ കേബിളിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൈംബിംഗ് ദ റോപ്പിൻ്റെ അതേ ട്രീറ്റ്മെൻറ്റിനോടെയും വരുന്നത്. അതായത് ടെൻഷൻ ഇൻ ദ സ്ട്രിങ് സസ്പെൻഡഡ് ഫ്രം ദ റൂഫ് ഓഫ് ദാറ്റ്. ഇവിടെയാണ് എങ്ങോട്ടാണ്? അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഇറ്റ് ഈസ് കമ്മിങ് ടു ബി mg + ma. അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ റോപ്പ് ക്ലൈംബിങ്ങിൻ്റെ അതേ ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഈ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം only one force pulling it up is the tension. Then other force pulling it down is mg. Therefore T minus mg is ma or T is mg plus ma. ഇതാണ് ഇവിടെ. നമുക്ക് ഇവിടെ 3 തരത്തിലെ സിറ്റുവേഷൻസ് വരാം. ഒന്ന്, ലിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ഒന്ന്. ലിഫ്റ്റിലെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ തൂക്കിയിട്ടിരിക്കുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ. മൂന്നാമത്, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ലിഫ്റ്റിന്റെ ഫ്ലോറിൽ വെക്കുകയാണ്. ആൻ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ റിയാക്ഷൻ ഓഫേർഡ് ബൈ ദ ഫ്ലോർ ഓഫ് ദ ലിഫ്റ്റ്. മൂന്നിനും ഒരേ ട്രീറ്റ്മെന്റ് ആണ്. ഒന്ന്, ലിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ. രണ്ട്, ലിഫ്റ്റിന്റെ റൂഫിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ. മൂന്ന്, ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ലിഫ്റ്റിന്റെ ഫ്ലോറിലാണെങ്കിൽ എത്രമാത്രം റിയാക്ഷൻ. എല്ലാം ഒരേ ഫോർമുലയാണ്, T = mg + ma. നമുക്ക് ടെൻഷൻ തന്നിട്ടുണ്ട് 80 ന്യൂട്ടൺ. നമുക്ക് ആ ബ്ലോക്കിന്റെ മാസാണ് അറിയേണ്ടത്. ഞാൻ എമ്മിനെ പുറത്തെടുത്തു, ജി നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രോബ്ലം പ്രകാരം ഇത് 0.2 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നിങ്ങൾ മേക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ട് മനസ്സിലെ. better to take the value of g is 9.8. അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പരിചയിക്കണം. ഇതൊക്കെ നമുക്ക് പരിചയം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 10 എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ചില പ്രോബ്ലത്തിലെ
നിങ്ങൾ എക്സാക്ട്ലി 9 പോയിന്റ് എടുത്താൽ നിങ്ങൾ കുറേ കൂടി ന്യൂമറിക്കൽ വാല്യൂസ് വളരെ കൂടി നിങ്ങൾക്ക് ഫെമിലിയർ രൂപത്തിൽ വരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ടേക്ക് ഇറ്റ് എസ് 9.8. സോ ദിസ് കംസ് ടു ബി 80 ഈസ് ഈക്വൽ ടു m ഇൻറ്റു 10. ബ്ലോക്കിൻ്റെ മാസ് നമുക്ക് 8 കിലോഗ്രാം കിട്ടും. ഓക്കെ, യെസ്, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ്? Force to be applied on the body of mass 200 grams to change its velocity by 25 meters per second in 5 seconds. Yes. Change of 20 gram, change its velocity by 25 meters per second. Isn't it? Change its velocity. Therefore, ഞാൻ ഇങ്ങനെ എഴുതാൻ പോകുന്നു, ഡെൽറ്റ വി 25. Change its velocity by, then change of momentum, mass into change of velocity. Other 200 gram means 0.2 ആണ്, നേരിട്ട് തന്നെ എഴുതാം, into 25, that comes to be 5 Newton second. ഇതാണ് വരുന്നത്, 5 Newton second. Yes, 25 into 2, 50, 5 Newton second. എനിക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? Force to be applied, isn't it? Force into time ആണ് change of momentum. Therefore, force is equal to change of momentum divided by time, 5 by 5. That is 1 Newton force. Answer, 1 Newton is the force. Okay, yes. Answer E എന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് നേരിട്ട് ഇനീഷ്യൽ വെലോസിറ്റി അല്ല, അത് ഫൈനൽ വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ നമുക്ക് ഒന്നും നോക്കണ്ട, ഡെൽറ്റ പി തന്നെ നേരിട്ട് എഴുതി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻ ടു ദാറ്റ്. അപ്പൊ 5 Newton second. ഇനി നമ്മുടെ ഇമ്പൾസ് മൊമെന്റം തിയറം, ഫോഴ്സ് ഇൻ ടു ടൈം, ഇമ്പൾസ് ഇസ് ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്തൊരു നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് coefficient of friction, frictional force by normal force, normal reaction. Yes. Very direct question ആണ്. അത് mu is equal to frictional force divided by normal reaction. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A tennis ball of mass 150 gram moving with velocity 20 meters per second, racket strike it reversing its direction with a speed of 50 meters per second. Find the contact time is 0.02. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെറിയ ചേഞ്ചസ് ഉണ്ട്. എന്താണ്? റിവേഴ്സ് ചെയ്തിരിക്കുന്നു, പക്ഷെ ഡയറക്ഷൻ മാത്രമല്ല മാറിയിരിക്കുന്നത്, എന്തും മാറിയിട്ടുണ്ട്, സ്പീഡും മാറിയിട്ടുണ്ട്. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ എന്താണ്, പെട്ടെന്ന് എഴുതാം. ഞാൻ നേരിട്ട് എഴുതാൻ കേട്ടോ. മൊമെന്റം ഇനീഷ്യലി ഞാൻ പി ഐ എന്ന് എഴുതുന്നുള്ളൂ. പി മൊമെന്റം ഇനീഷ്യലി, മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് 150 gram നേരിട്ട് എഴുതി 0.15 into 20. That means 300, yes, 3 Newton second നമ്മുടെ മൊമെന്റം 3 Newton second. Okay, now tell me final momentum എത്രയാണ്? അവിടെ സ്പീഡിന് മാറ്റമുണ്ട്. എത്രയാണ്? 0.15 മൈനസ് വേണമല്ലോ, -0.15 into 30. That comes to be -4.5 Newton second. ഇനി ചേഞ്ച് ഓഫ് മൊമെന്റം ഞാൻ പറഞ്ഞല്ലോ റൂൾ പ്രകാരം -4 -3 -7.5. ഇനി ഫോഴ്സ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, -7.5 ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.02. That comes to be 375 Newton. Answer
എന്നാണ് 375 ന്യൂട്ടൺ. ഓക്കെ, യെസ്. അപ്പോൾ മൈനസ് സൈൻ ഞാനിവിടെ മനഃപൂർവ്വം ഒഴിവാക്കി, കാരണം നമ്മൾ ആൻസർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ സിസ്റ്റമാറ്റിക്കലി ചെയ്യുമ്പോൾ എന്ത് വേണം? അപ്പോൾ ഈ മൈനസ് സൈന് എന്ത് മീനിങ് ആണുള്ളത്? മൈനസ് കൊടുത്തിരിക്കുന്ന ഏത് മൊമെന്റത്തിനാണ്? ഫൈനൽ മൊമെന്റത്തിനാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ തീർച്ചയായിട്ടും ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ചോദിച്ചാലേ എന്ത് ഉത്തരം പറയണം? ഡയറക്ഷൻ ഓഫ് ഫൈനൽ മൊമെന്റം. ഏത് ഡയറക്ഷനിലാണ് ഈ ബോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫൈനൽ മൊമെന്റ്. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ വേണ്ടൂ. യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ട്രാഫിക് ലൈറ്റ് ഓഫ് മാസ് 10√3 kilogram is suspended by 2 cables making an angle 60 degree with the vertical. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ഓരോ സെന്റൻസ് എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു. വിത്ത് വെർട്ടിക്കൽ, രണ്ട് സ്ട്രിങ്ങിലെ ഇടയിലുള്ള ആംഗിൾ അല്ല 30 ഡിഗ്രി. എന്താണ് 30 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് മേക്സ് വിത്ത് വെർട്ടിക്കൽ, ദെൻ ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ. നമുക്ക് ഒരു ഡയഗ്രാം വരച്ചാൽ ഇത് വളരെ എളുപ്പമായിരിക്കും. ഇതാണ് ആ ലൈറ്റ് കേബിൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടും ഐഡന്റിക്കൽ സ്ട്രിങ്സ് ആണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മാസ് 10√3 ആണ്. ഓരോ സ്ട്രിങ്ങിലെയും ടെൻഷൻ T ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ഒന്ന് കാണിക്കാം. ആംഗിൾ വിത്ത് ദ വെർട്ടിക്കൽ, ഞാൻ വെർട്ടിക്കലോട് വരച്ചിട്ടുണ്ട്. വെർട്ടിക്കലായിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് ഏറ്റവും എളുപ്പം, നമുക്ക് സമയം ലാഭിക്കാനായിട്ട് ഈവൻ വർക്കൗട്ട് പോലും ചെയ്യാതെ നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടെൻഷനുകളുടെ റിസൾട്ടൻ്റ് ആക്ട്, ഇതാണ് ടെൻഷൻ്റെ റിസൾട്ടൻ്റ് ടെൻഷൻ. ആ റിസൾട്ടൻ്റ് ടെൻഷനാണ് ഈ ബ്ലോക്കിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം. അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വെക്ടർ നമ്മൾ എത്രയോ തവണ ഉപയോഗിക്കുന്ന ഒരു കാര്യം. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നല്ലതും, രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സ് പറയുന്നത് T√2 ആണ്. 60 ഡിഗ്രി ആണെങ്കിൽ T√3 ആണ്. 120 ഡിഗ്രി ആണെങ്കിൽ T ആണ്. വെറും θ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 2T cos of θ/2 ആണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലുണ്ടാവുന്നത്? അതിൻ്റെ ചാൻസ് വരുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് റീഗർഗറേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി എല്ലാതും. ഇപ്പം എനിക്ക് വന്നിരിക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി മാത്രമല്ല നിങ്ങൾ പറയേണ്ടത്, 90 ഡിഗ്രി എന്തായിരിക്കും? അപ്പോൾ മനസ്സിൽ ചോദിക്കണം, അപ്പോൾ 120 എന്തായിരിക്കും? 60 എന്തായിരിക്കും? ഇനി എനി ആംഗിൾ തീറ്റ എന്തായിരിക്കും? എനി ആംഗിൾ തീറ്റ ആണെങ്കിൽ എന്താണ്? 2T cos of θ/2 എന്നാണ് നമ്മൾ ഫോർമുല. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ റിസൾട്ടൻ്റ് ടെൻഷൻ ആണ്. അതായത് എത്രയാണ്? 2T cos എത്രയാണ്? 60 ആണ്. 60, അതായത് 60 ഡിഗ്രിയാണ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ദിസ് ഈസ് ഈക്വൽ ടു cos 60. cos 60 വിൽ ബി ഹാഫ്. ഓക്കെ, ഇതാണ് വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത്. cos 60, സോറി, 2T cos 60 is equal to weight. വെയിറ്റ് എന്താണ്? 10√3 into G. G നമ്മൾ 10 or 9.8 whatever you take it as. Therefore, making an angle 30 degree with the vertical resultant നമ്മുടെ എത്രയായി? 30 degree ആയി, 60 degree ആയി. 2T cos of 60 angle between the vectors. അപ്പോൾ T നമുക്ക് വർക്കൗട്ട് ചെയ്യാം. 10√3 into 10 divided by 2 cos 60. 2 cos 60 100. ആൻസർ ഇവിടെ വരുന്നില്ല. നമുക്ക് നോക്കാം എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന്. ട്രാഫിക് ലൈറ്റ് ഓഫ് മാസ്, നമുക്ക് എന്താ വേണ്ടത്? ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ ഈസ് നോക്കട്ടെ, 2T cos 60 കറക്റ്റ് ഈസ് ഈക്വൽ ടു മാസ്സാണ് 10√3. അപ്പോൾ വെയിറ്റ് വിൽ ബി 10√3 into 10, correct? Therefore, tension is equal to
10√3 into 10 divided by 2 cos 60 half. അങ്ങനെ നമുക്ക് 100√3 എന്നുള്ളൊരു ആൻസറാണ് വേണ്ടത്. അങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. 100√3 മീൻസ് ഏകദേശം 173. അങ്ങനെ ഒരു ആൻസർ ഇല്ല. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഓപ്ഷൻസിലുണ്ട്. നമ്മുടെ മെത്തേഡ് 100% കറക്റ്റാണ്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് 60 ഡിഗ്രിയാണ്. A traffic light is suspended by 2 cables making 30 degree with vertical. Very clear. അപ്പോൾ ഓരോ ടെൻഷനും ടി ആണ്. റിസൾട്ടൻ ടെൻഷൻ വിൽ ബി 2F cos 60 ആകുമ്പോൾ cos theta by 2 ആണ്. കറക്റ്റ്. അല്ലെങ്കിൽ F√3 ആണ്. F√3 നേരിട്ട് 2F√3 അല്ല, നേരിട്ട് ചെയ്ത T into cos 60 ആണ്. T cos 60 2T cos 60 കറക്റ്റ്. 2T cos 60 തന്നെയാണ്. 2F√3 നേരിട്ട് എഴുതാം. 2 cos 60 അല്ല, മിസ്റ്റേക്ക്. എന്താണ് നേരിട്ട് എഴുതാം? നമ്മുടെ ഫോർമുല എന്താണ്? 2T cos 60 by 2, correct? That is 30 degree is equal to 10√3 into 10. Okay, that is answer. അപ്പോൾ നമുക്ക് T is equal to 10√3 into 10 mg വേണമല്ലോ, divided by 2 into cos 60 cos 30√3 by 2. അങ്ങനെ വരുമ്പോൾ നമുക്ക് T 100 ന്യൂട്ടൺ എന്ന് കിട്ടും. ഞാൻ T എടുത്തിരിക്കുന്നത്, G എടുത്തിരിക്കുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാം 98 ആണ്. കാരണം 9.8 ആണ്. നിങ്ങളിപ്പോൾ 10 എടുത്താലും നമുക്ക് അതിൻ്റെ അടുത്തുള്ള ആൻസർ നോക്കിയാൽ മതി. ഒരു ആൻസർ മാത്രമേ ഉള്ളൂ 100-നകത്ത്, അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ ഒരു പെശക് പറ്റിയത് എവിടെയാണ്? ഒന്നാലെന്ത് പറയണം? F√3 എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് പറയണം? 2T cos of theta by 2 എന്ന് പറയണം. അങ്ങനെ പറയണം. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നു സിസ്റ്റമാറ്റിക് ആയിട്ട് 2T cos of ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് 60 ആണ്. 60 by 2 30 ഡിഗ്രി. അല്ലെങ്കിൽ എങ്ങനെ പറയണം? T√3 എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കുറച്ചുകൂടി എളുപ്പമായിരുന്നു. T√3 രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് T√3 നേരിട്ട് എഴുതിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കണം? 2T cos of theta by 2. അവിടെ നമുക്ക് ചെറിയൊരു സ്ലിപ്പ് വന്നേ. എനിവേ നൗ ഇറ്റ് ഈസ് ഓക്കെ. ഇറ്റ് ഈസ് 100 ന്യൂട്ടൺ. G 9 പോയിന്റ് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വന്നേനെ? നിങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ 100 എടുത്തോ, കിട്ടുന്ന ആൻസർ എളുപ്പത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലോ. 100 ന്യൂട്ടണ് ലുക്ക് ഇൻ ടു ഇറ്റ്. അല്ലെങ്കിൽ അല്പം വാല്യൂ കുറയണല്ലോ, അതുകൊണ്ട് 98 സെലക്ട് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. 10 വേണോ 9.8 ആണോ എന്നുള്ളത് നിങ്ങളുടെ പ്രോബ്ലത്തിലെ ആ സിറ്റുവേഷനിൽ നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളൂ. അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. സാറേ 10 വേണോ 9.8 വേണോ? നോ പ്രോബ്ലം. ഓക്കെ, വി ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഉണ്ട് അതിന്? യെസ്. എ ഗാർഡൻ റോളർ ഓഫ് വെയിറ്റ് 100 കിലോഗ്രാം. വെയിറ്റ് അപ്പോൾ മാസാണ് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് നോക്കണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാസാണ് 100 കിലോഗ്രാം. വിത്ത് എ ഫോഴ്സ് ഓഫ് 300 ന്യൂട്ടൺ ആക്ടിങ് ഓൺ an angle of 30 degree with the ground. Effective pulling weight. ഓക്കെ, ആ വേർഡിങ് നോക്കണം. ഇൻ കിലോഗ്രാം വെയിറ്റ് ആണ് വേണ്ടത്. G നമുക്ക് 10 എടുക്കാം. G 10 എടുക്കാം. കിലോഗ്രാം വെയിറ്റിൽ Gയുടെ ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും നൗ ലുക്ക്, ഇതാണ് നമ്മുടെ റോളർ. ഞാൻ റോളറിനെ ഇങ്ങനെ ബ്ലോക്കായിട്ട് കാണിച്ചിരിക്കുന്നു. നമ്മൾ പുള്ളിങ് ഫോഴ്സ് 300 ന്യൂട്ടൺ ആണ്. ആംഗിൾ വിത്ത് ഹൊറിസോണ്ടല് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഫ്രിക്ഷനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഫ്രിക്ഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഈ പുള്ളിങ് ഫോഴ്സിന്റെ ഒരു കോമ്പണന്റിന് മുന്നോട്ട് പുള്ളി ചെയ്യുന്നു. അതേതാണ്? F cos 30. ഒരു കോമ്പണന്റ് മുകളിലേക്ക് പുള്ളി ചെയ്യുന്നു. അത് F sin 30 ആണ്. ഇനി ഒരു ഫോഴ്സ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇതിൻ്റെ mg അല്ലേ? mg എത്രയാ? ഞാനതിനെ കിലോഗ്രാം വെയിറ്റിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഞാൻ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് 100 കിലോഗ്രാമിന് പകരം 100 കിലോഗ്രാം വെയിറ്റ് എന്ന് എഴുതാം. ഞാൻ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ ന്യൂട്ടൺ ആയിരുന്നു. ഞാൻ അതുകൊണ്ട് G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല, 100 കിലോഗ്രാം വെയിറ്റ് എന്ന് എടുത്തു.
ഓക്കെ, 100 കിലോഗ്രാം വെയിറ്റ്. യെസ്. അപ്പോൾ നൗ ടെൽ മീ, ഇവിടെ എന്താണ് ഫോഴ്സ് പുള്ളിങ് ഇറ്റ് അപ്പ്? ഫോഴ്സ് പുള്ളിങ് ഇറ്റ് അപ്പ്, ഫോഴ്സ് പുള്ളിങ് ഇറ്റ് അപ്പ്, ഞാനിതിനെ എഫ് അപ്പ് എന്നാണ്. എത്രയാണ്? എഫ് അപ്പ് വിൽ ബി എഫ് 300 ആണ്. സൈൻ 30 എത്രയാണ്? ഹാഫ് ആണ്. അപ്പോൾ ഞാൻ കൊടുത്ത പുള്ളിങ് ഫോഴ്സിൻ്റെ ഒരു പോർഷൻ ഈസ് ട്രൈങ് ടു പുൾ ഇറ്റ് അപ്പ്. എത്ര ഫോഴ്സാണ് പുൾ ഇറ്റ് അപ്പ്? എത്രയാണത്? 300 മൈനസ് 300 ഇൻറ്റു ഹാഫ് 150 ന്യൂട്ടൺ. യെസ്. ഇനിയാണ് നിങ്ങൾ ആ വേഡിങ്ങിൻ്റെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേഡിങ് എന്താണ്? ഇഫക്റ്റീവ് പുള്ളിങ് വെയിറ്റ്. ഇഫക്റ്റീവ് പുള്ളിങ് വെയിറ്റ്. വെയിറ്റ് എത്രയാണ്? 100 കിലോഗ്രാം വെയിറ്റ്. പുള്ളിങ് വെയിറ്റ് ഞാൻ പുള്ളി ചെയ്യുമ്പോൾ എനിക്ക് എഫക്റ്റീവ് വെയിറ്റ് ഓവർകം ചെയ്യും. ഞാൻ പുള്ളിങ് ഫോഴ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഐ എം നോട്ട് ആസ്കിങ് യു ദ ഫോഴ്സ് ട്രൈങ് ടു മേക്ക് ഇറ്റ് ഫോർവേഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വെയിറ്റിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടി വരും. എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ഇതിന്? 100 കിലോഗ്രാം വെയിറ്റ്. നിങ്ങൾ പുള്ളി ചെയ്ത ഫോഴ്സിന്റെ ഒരു കോമ്പണന്റ് ട്രൈങ് ടു പുൾ ഇറ്റ് അപ്വേർഡ്സ് എത്രയാണ്? 150 ന്യൂട്ടൺ. ദർഫോർ നെറ്റ് ഫോഴ്സ്, നെറ്റ് പുള്ളിങ് വെയിറ്റ്, അതാണ് കറക്റ്റ് വേഡിങ്. നമ്മൾ നെറ്റ് പുള്ളിങ് ഫോഴ്സ് അല്ല, നെറ്റ് പുള്ളിങ് വെയിറ്റ് അതാ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെറ്റ് പുള്ളിങ് വെയിറ്റ്, നെറ്റ് പുള്ളിങ് വെയിറ്റ്, നമുക്ക് ഓവർകം ചെയ്യേണ്ടി വരുന്ന വെയിറ്റ്. നമുക്കിപ്പോൾ 100 കിലോഗ്രാം വെയിറ്റിന് ഓവർകം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്ത പുള്ളിങ് ഫോഴ്സിന്റെ ഒരു കോമ്പണന്റ് മുകളിലേക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. അത് 150 ന്യൂട്ടൺ ആണ്. ഞാൻ എഫ് അപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അത്രയും നമുക്ക് കുറവ് കൊടുത്താൽ മതി. അപ്പോൾ 100 കിലോഗ്രാം വെയിറ്റ് മൈനസ് 150 ന്യൂട്ടൺ. ഓക്കെ, ഞാൻ കിലോഗ്രാം വെയിറ്റിലാണ് ആൻസർ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ 50 ന്യൂട്ടനെ ഞാൻ എന്ത് ചെയ്യണം? 150 ന്യൂട്ടനെ കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ എനിക്ക് 100 കിലോഗ്രാം വെയിറ്റ് ഞാൻ അവിടെ വ്യക്തമായിട്ട് എഴുതാം. 100 കിലോഗ്രാം വെയിറ്റ് മൈനസ് ക്വസ്റ്റ്യൻ ചോദിച്ച മാതിരിയാണെങ്കിൽ 100 കിലോഗ്രാം വെയിറ്റ് മൈനസ് 150 ന്യൂട്ടൺ. ഞാൻ 150 ന്യൂട്ടനെ കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് 15 കിലോഗ്രാം വെയിറ്റ്. അങ്ങനെ എനിക്ക് കിട്ടേണ്ട ആൻസർ 85 കിലോഗ്രാം വെയിറ്റ് എന്നാണ്. അങ്ങനെ ഓപ്ഷൻ ഇല്ല. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ന്യൂട്ടണിലാണ്, 850 ന്യൂട്ടൺ. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്നത് കിലോഗ്രാം വെയിറ്റിലാണ്. നിങ്ങൾക്ക് തരേണ്ട ആൻസർ 85 ന്യൂട്ടൺ എന്നാണ്, 85 കിലോഗ്രാം വെയിറ്റ് എന്നാണ് വേണ്ടത്. പക്ഷെ എന്നിരുന്നാലും they didn't give it in kilogram weight. Answer they given in Newton upon 50. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലെ നിങ്ങൾക്ക് ഇതൊരു എററായിട്ട് കണക്കൂട്ടേണ്ട കാര്യമില്ല. കിലോഗ്രാം വെയിറ്റിൽ പറയുന്നതിന് ന്യൂട്ടണിലും പറയാം, ന്യൂട്ടണിലും പറയുന്നതിന് കിലോഗ്രാം വെയിറ്റിലും പറയാം. അതുകൊണ്ട് അതിനെ ക്വസ്റ്റ്യൻ്റെ ഒരു തെറ്റായിട്ട് നിങ്ങൾ കരുതണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉദ്ദേശിച്ചിരിക്കുന്നത് കിലോഗ്രാം വെയിറ്റിലാണ്, പക്ഷെ തന്നിരിക്കുന്നത് ന്യൂട്ടണിലാണ്. അങ്ങനെ തന്നാലേ ക്വസ്റ്റ്യൻ തെറ്റാന്ന് പറഞ്ഞ് എഴുതാതിരിക്കരുത്, എഴുതണം. നമുക്കറിയാം എത്രയാണ് 850 ന്യൂട്ടൺ. ഓക്കെ, ആൻസർ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. A body of mass 2 kg moving with velocity, force of 500 Newton is applied on it for 10 seconds. Then velocity of the body after that. Velocity of the body. Yes. Speed കൂടുന്നു, നമുക്കൊന്നും നോക്കണ്ട. Force into time, impulse is change of momentum. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. Force into time is equal to impulse. Impulse means momentum final minus momentum initial. Okay, come on. എത്രയാണ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്? 50 ന്യൂട്ടൺ. എത്ര സെക്കൻഡ് ആക്ട് ചെയ്തിരിക്കുന്നു? 10 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. എത്രയാണ്? 50 × 10 500 ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. നമുക്ക് ഫൈനൽ സ്പീഡാണ് വേണ്ടത്. ബോഡിയുടെ മാസ് ഉണ്ട് നമുക്ക് 2 കിലോഗ്രാം. ഞാൻ 2 × വെലോസിറ്റി ഫൈനൽ എഴുതി മൈനസ് ഇനി ഇനീഷ്യൽ മൊമെന്റം എത്രയാണത്? 2 × എത്രയാണ്? 10. ഒരു ബുദ്ധിമുട്ടില്ല. മൂന്നാമത്തെ തവണയാണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു ഇമ്പൾസ് ഫോഴ്സ് ഇൻ ടു ടൈം. സെക്കൻഡ് ലോ തന്നെ ഞാനത് വേറെ രൂപത്തിൽ പ്രസന്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടത് 2 × ഫൈനൽ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് 500 - 20 ആണ്. ദാറ്റ് ഈസ്
480 ആണ്, സോറി നോട്ട് 480 പ്ലസ് 520 ആണ്, 520 ആണ് അല്ലേ, 20 ഇങ്ങോട്ട് വരും, ദാറ്റ് ഈസ് 520 ന്യൂട്ടൺ സെക്കൻഡ് ആണ്. Therefore velocity is equal to 520 divided by 2, 260 meter per second അല്ലേ. ക്വസ്റ്റ്യൻ ഒരു ബുദ്ധിമുട്ടില്ല, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുന്നത് മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടില്ല. ആൻസർ ഇ ആണ്, അഞ്ചാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ഫോഴ്സ് ഇൻ ടു ടൈം നിങ്ങൾ ഇത്രയൊന്നും നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അങ്ങ് എഴുതാം, ഫോർമുല ഒന്നും എഴുതണ്ട, അത്രയും നമ്മൾ ഫെമിലിയർ ആയി കഴിഞ്ഞു. നേരിട്ടിട്ട് പല പ്രോബ്ലം നമുക്ക് നേരിട്ടിട്ട് സ്റ്റെപ്പുകളിലേക്ക് വരാം, അത്രയും സമയം ലാഭിക്കാം. ഇറ്റ് ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും ചെറിയൊരു തപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർമുല എഴുതിക്കോളൂ, എന്നാലും സമയം ഉണ്ടാവും, ഇതൊക്കെ ചെയ്യാൻ 1 മിനിറ്റ് പോലും നമുക്ക് വേണ്ടി വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. എന്താണ്? ബോഡി ഓഫ് മാസ് 5 kilogram collides with the wall with a speed of 50 meter per second, rebounds with the same speed. എത്രാമത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത് ഇതേ ഐഡിയയിൽ? ചേഞ്ച് ഓഫ് മൊമെന്റം. If the time of contact with the body is 1/2 and force, again ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഫോഴ്സ് ഇൻറ്റു ടൈം. നേരിട്ട് എഴുതാട്ടോ തവണ. യെസ്, ഇമ്പൾസ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം. അതേ സ്പീഡിലും ഓപ്പോസിറ്റ് റീബൗണ്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം എടുത്തു പറയേണ്ട 2 ഇൻറ്റു ഇനീഷ്യൽ മൊമെന്റം ആണ്. 2 ഇൻറ്റു ഇനീഷ്യൽ മൊമെന്റം, കാരണം അതേ സ്പീഡിൽ റീട്രീസ് ചെയ്യാണ്. അപ്പൊ ചേഞ്ച് ഓഫ് മൊമെന്റം വിൽ ബി ട്വൈസ് ഇനീഷ്യൽ മൊമെന്റം. നമുക്ക് നേരിട്ട് എഴുതാം. Therefore ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഈ 20 അങ്ങോട്ട് പോകുന്നു, 2 ഇൻറ്റു മാസ് ഓഫ് ദ ബോഡി 5 kilogram, ഇനീഷ്യൽ സ്പീഡ് 50. ഇത് വർക്കൗട്ട് ചെയ്താൽ മതി. എത്ര കിട്ടും? 25 ഇൻറ്റു 4 100. അപ്പൊ 10 to the power of 4 എന്നാണ്. നോക്കൂ, 25 ഇൻറ്റു 4 100, 10 to the power of 4 ന്യൂട്ടൺ. അങ്ങനെ ആൻസർ ഉണ്ടാവും വിചാരിക്കണുണ്ടല്ലോ, 10 to the power of 4 ന്യൂട്ടൺ. യെസ്, ഇത്രയുള്ളൂ. ഉണ്ടോ? 5 ക്വസ്റ്റ്യൻ ആണ്, ഒരേ ഐഡിയ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ 5 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾ റെഡി ആയിരിക്കണം. 5 തവണയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ്? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? മെഷീൻ ഗൺ ഹാവിംഗ് മാസ് 5 kilogram fires 40 gram bullets with rate of 20. ആ വേഡിങ് ഒന്ന് വളരെ റേറ്റ് ഓഫ് 20 bullets per minute at a speed of 300 meter. Force required by the gun is. Force required വീണ്ടും പറയാണ്, ചേഞ്ച് ഓഫ് മൊമെന്റം പെർ സെക്കൻഡ്. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ചേഞ്ച് ഓഫ് മൊമെന്റം. Therefore ഫോഴ്സ് വിൽ ബി ചേഞ്ച് ഓഫ്, ഞാൻ എഴുതുന്നു കേട്ടോ, ചേഞ്ച് ഓഫ് മൊമെന്റം പെർ സെക്കൻഡ്. ചേഞ്ച് ഓഫ് മൊമെന്റം പെർ സെക്കൻഡ്, അതാണ് ഫോഴ്സ്. അതായത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന സെക്കൻഡിലോ, കുറച്ചുകൂടി നമ്മൾ ലിറ്റററി പോകണമെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ 1 second. 1 സെക്കൻഡിൽ എത്ര ചേഞ്ച് ഓഫ് മൊമെന്റം ഉണ്ടാവും? നമുക്ക് നോക്കാം. എത്ര ബുള്ളറ്റ്സ് ആണ് ഫയർ ചെയ്യുന്നത്? നമ്പർ ഓഫ് ബുള്ളറ്റ്സ് 5 per second. നേരിട്ട് എഴുതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 25 ബുള്ളറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പൊ പെർ സെക്കൻഡ് എനിക്ക് എന്ത് വരും? 25 per second. അപ്പൊ കുറച്ച് ഓരോ കാര്യങ്ങളും കെയർഫുൾ ആയിരിക്കണം. പെർ മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്, മോസ്റ്റ്ലി പെർ മിനിറ്റ് ആണ് തരാറ്. അപ്പൊ പെർ സെക്കൻഡ്, അങ്ങനെ ഒരു റൂളൊന്നുമില്ല. ഈ പ്രോബ്ലത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പെർ സെക്കൻഡിലേക്ക് മാറ്റി. ഇനി യെസ്, വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 bullet? 40 gram. നമുക്ക് ബുള്ളറ്റിന്റെ കാര്യമാണ് വേണ്ടത്. മൊമെന്റം ഓഫ് ഈച്ച് ബുള്ളറ്റ്. മൊമെന്റം ഓഫ് ഈച്ച് ബുള്ളറ്റ്. ഒരു ബുള്ളറ്റിന്റെ മാസ് 40 grams. ഞാൻ 40/1000 എഴുതുന്നു. ഇൻറ്റു എത്ര സ്പീഡിലാണ് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്? 300 മീറ്ററിൽ ഫയർ ചെയ്യുന്നത്. അപ്പോൾ 1000 ഡിനോമിനേറ്ററിൽ 1000 ക്യാൻസലായി പോയി. ഓക്കെ, എന്ത് കിട്ടി? 40 divided by 1000 into 300. That comes to be 12 Newton. Change of momentum of each second, 12 Newton second.
isn't it? ഒരു ബുള്ളറ്റിന്റെ therefore ചേഞ്ച് ഓഫ് മൊമെന്റ് മൊമെന്റ് ആയിട്ടുള്ള ഇനി ചേഞ്ച് ഓഫ് മൊമെന്റം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ഈച്ച് ബുള്ളറ്റ്, ഓരോ ബുള്ളറ്റിന്റെയും ചേഞ്ച് ഓഫ് മൊമെന്റം, ഇത് മൊമെന്റ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് മൊമെന്റം ഇത്ര തന്നെയാണ്. വൈ? മൊമെന്റം ബിഫോർ ഫയറിംഗ് ബുള്ളറ്റിന്റെ മൊമെന്റം 0 ആയിരുന്നു, ഇപ്പോഴത്തെ മൊമെന്റ് ആണ് 12 ന്യൂട്ടൺ സെക്കൻഡ്. ചേഞ്ച് ഓഫ് മൊമെന്റം ഇത്ര തന്നെയാണ് 12 ന്യൂട്ടൺ സെക്കൻഡ്. ഇനി ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് how many bullets are fired? 25/60. Change of momentum of 25 bullets എത്രയാണ്? 12 into 25/60. ഇത് 12/5, ഇത് 5 ന്യൂട്ടൺ സെക്കൻഡ്. ഒന്ന് ശ്രദ്ധിച്ചത് കേട്ടെ നിങ്ങൾ. ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് 25/60 ബുള്ളറ്റ്സ്. പക്ഷേ ഈ 25/60 ബുള്ളറ്റ് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത് 1 സെക്കൻഡിലാണ്. 25 നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു ബുള്ളറ്റിന്റെ മൊമെന്റം കിട്ടി, എത്രയാണ്? 12 ന്യൂട്ടൺ സെക്കൻഡ്. ഒരു ബുള്ളറ്റിന്റെ ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടി 12 ന്യൂട്ടൺ സെക്കൻഡ് തന്നെ. ഇനി 25/60 ബുള്ളറ്റ്സിന്റെ ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടി 5 ന്യൂട്ടൺ സെക്കൻഡിന്. ഇനി ഈ 25/60 ബുള്ളറ്റ്സ് ഫയർ ചെയ്തിരിക്കുന്നത് 1 സെക്കൻഡിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രോബ്ലം കുറെ കൂടി എളുപ്പമായി. ചേഞ്ച് ഓഫ് മൊമെന്റം in 1 second. Change of momentum in 1 second. That comes to be എത്രയാ? 5 ന്യൂട്ടൺ സെക്കൻഡ്. ഇനി ഫസ്റ്റ് ഹെഡിങ് എന്താ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം പെർ സെക്കൻഡ്. നമുക്ക് കിട്ടിയിരിക്കുന്നതും ചേഞ്ച് ഓഫ് മൊമെന്റം പെർ സെക്കൻഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോഴ്സ് തന്നെയാണ്. ഇതും ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. ആദ്യം നിങ്ങൾ ഫോഴ്സിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം? ചേഞ്ച് ഓഫ്, കാരണം നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുന്നത് ചേഞ്ച് ഓഫ് മൊമെന്റത്തിലൂടെയാണ്. ചേഞ്ച് ഓഫ് മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ കുറെ കൂടി ലിറ്റററി പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ 1 സെക്കൻഡ്. ഇതാണ് നിങ്ങളുടെ റിക്വയർമെന്റ്. ഇനി ബുള്ളറ്റ്സ് ഫയർ ചെയ്യുന്നത് 25 എണ്ണാണ്, പക്ഷെ പെർ മിനിറ്റ് ആണ്. അപ്പൊ പെർ സെക്കൻഡ് കിട്ടി. 1 സെക്കൻഡിൽ ഇത്ര ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. ഒരു ബുള്ളറ്റിന്റെ മൊമെന്റം കിട്ടി. അടുത്തത് നമുക്ക് വേണ്ടത് മൊമെന്റ് അല്ല, ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ്. പക്ഷെ മൊമെന്റം തന്നെയാണ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ഈച്ച്, കാരണം ഇനീഷ്യൽ മൊമെന്റം 0 ആയിരുന്നു. ഇനി എത്ര ബുള്ളറ്റ്സ് ഫയർ ചെയ്തിട്ടുണ്ട്? 25/60. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് 25/60 അത് 5 ന്യൂട്ടൺ സെക്കൻഡ്. അപ്പോൾ ഓർമ്മ വന്നേ, ഈ ചേഞ്ച് ഓഫ് മൊമെന്റം ഉണ്ടായിരിക്കുന്നത് 1 സെക്കൻഡിലാണ്. കാരണം 1 സെക്കൻഡിലാണ് ഇത്രയും ബുള്ളറ്റ്സിനെ ഫയർ ചെയ്തിരിക്കുന്നത്. ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ 1 സെക്കൻഡ് വിൽ ബി 5 ന്യൂട്ടൺ സെക്കൻഡ്. ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഞാനിവിടെ ഇരിക്കുന്ന ചേഞ്ച് ഓഫ് മൊമെന്റം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് എഴുതി. അവസാനം ഫോഴ്സിലേക്ക് വന്നു. അപ്പൊ എനിക്ക് യൂണിറ്റ് എന്താവണം? ന്യൂട്ടൺ ആവണം. ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് 5 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വേണം. ഫോഴ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ന്യൂട്ടൺ മതി. ഓക്കെ, ആൻസർ നമുക്ക് ഈ ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫോഴ്സ് is equal to I plus 2j minus 2k applied accelerates the body by 2 meter per. Then mass of the body. ഇവിടെ നമുക്ക് വെക്ടറിന്റെ കോമ്പണൻസ് XYZ കോമ്പണൻസ് നമ്മൾ വെക്ടറിൽ പഠിക്കുന്നതാണ്. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, റൂട്ട് ഓഫ് ഫോഴ്സിന്റെ X കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് Y കോമ്പണൻറ്റ് സ്ക്വയർ പ്ലസ് Z കോമ്പണൻറ്റ് സ്ക്വയർ. That comes to be X component square 1 ആണ്, മറ്റേത് 2 square 4 ആണ്. 4 that comes to be √9. അപ്പോൾ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 3 ന്യൂട്ടൺ എന്ന് കിട്ടി. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇനി ഒന്നുമില്ല, ആക്സലറേഷൻ എന്താ? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ബോഡി. നമുക്ക് മാസ് ഓഫ് ദ ബോഡിയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ മാസ് ഓഫ് ദ ബോഡി ഇസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3, ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് 3. ആൻസർ ഈസ് കമ്മിങ് ടു ബി 1.5 കിലോഗ്രാം. യെസ്, ഫോർത്ത് ഓപ്ഷൻ, ഡി ഓപ്ഷൻ ആണ്.
ഇത്രയുള്ള കണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒരുപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല എല്ലായിട്ടും നമ്മൾ ഒരേ മെത്തേഡ് ഫോളോ ചെയ്ത്. ന്യൂമറിക്കൽസ് നിങ്ങൾ കണ്ടു, നിങ്ങളുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കുന്ന ന്യൂമറൽസ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളിലോ ഒന്ന് ചിന്തിച്ചുകൊണ്ട് എവിടെയെങ്കിലും ചില ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് വന്നല്ലോ 2 ക്വസ്റ്റ്യൻ മുമ്പ്. എന്താണ് ഫോഴ്സ് പുള്ളിങ് വെയിറ്റ്, അതായത് നമുക്ക് ഓവർകം ചെയ്യുന്ന വെയിറ്റ് എത്ര വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ഡാറ്റ കെയർഫുൾ ആയിരിക്കണം. യൂണിറ്റ് സിസ്റ്റം നിങ്ങൾ ശ്രദ്ധാപൂർവം വേണം. പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ടേക്ക് കെയർ. ഓക്കെ, നമ്മളിനി ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പേപ്പർ.